കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഹൈക്കോടതിയെ വിമർശിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ടായിരുന്നു. ക്ഷേത്രകാര്യങ്ങളിൽ അനാവശ്യമായി കോടതി ഇടപെടുന്നുവെന്നത്. പക്ഷേ നേരെ തിരിച്ചു ചിന്തിക്കുമ്പോൾ ദേവസ്വം ബോർഡുകൾക്ക് നമ്മുടെ മഹാക്ഷേത്രങ്ങളോടുള്ള അനാസ്ഥയെപ്പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്ത് തന്നെ ഒരു ക്ഷേത്രത്തോടും അതിനോട് ചേർന്നുള്ള പാഠശാലയോടുമുള്ള അവഗണന എത്രത്തോളം വലുതാണ് പ്രശാന്ത്? ഗൗതം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം നന്ദൻകോടുള്ള ആസ്ഥാനത്ത് രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലത്താണ് ഹിന്ദുമത വേദാന്ത പഠനശാല, ആ പഠനശാലയ്ക്കുള്ള കേന്ദ്രമുള്ളത്. അതായത് ഒരു ക്യാൻറ്റീനും അതോടൊപ്പം തന്നെ CIT തൊഴിലാളികൾക്ക് ഇരിക്കാനുള്ള ഒരു റൂമും ഉണ്ട്. ആ റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു വശത്താണ് ഈ പാഠശാല സജ്ജീകരിച്ചിരിക്കുന്നത്. ഓർക്കണം, ഇത്തരത്തിൽ ഒരു ക്യാൻറ്റീനും അതോടൊപ്പം തന്നെ അവിടുത്തെ തൊഴിലാളികൾക്കും ഇരിക്കുന്നതിനായി സജ്ജീകരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ ഒരു റൂം മാത്രമാണ് ഈ പാഠശാലയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് ആ പാഠശാല പോലും നേരെ ചൊവ്വേ നടത്തുവാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമെന്നത്. വലിയൊരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഹിന്ദുമത വേദാന്ത പാഠശാല, അതിൻ്റെ സംസ്ഥാന കാര്യാലയം എന്നൊക്കെയുള്ള ഒരു ഓഫീസും ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാഠശാലയ്ക്ക് മുൻപിലും ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ രണ്ട് ബോർഡുകളല്ലാതെ മറ്റൊന്നും ഈ സ്ഥലത്തില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ കുറേ കാലമായി ഇതിങ്ങനെ പൂട്ടിക്കിടക്കുന്ന നിലയിലാണ്. നിലവിൽ ഈ ആക്രി സാധനങ്ങൾ പറക്കിയിടുന്നത്, അതായത് പഴയ പാത്രങ്ങളും അതോടൊപ്പം തന്നെ ഡെസ്കും ബെഞ്ചും അടക്കമുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ അതും ആക്രി സാധനങ്ങളും എല്ലാം പറക്കിയെടുത്തതിൽ മാത്രമായിട്ടുള്ളൊരു ഇടമാക്കി ആ സ്ഥലത്തെ മാറ്റി മാറാന പിടിച്ച് കിടക്കുന്നു. ഷിർദി സായിയുടെ അടക്കം വിഗ്രഹങ്ങൾ ഇങ്ങനെ നിരത്ത് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇടമാക്കി പാഠശാലയെ മാറ്റി. നമുക്കറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാചീനമായ ദേവസ്വം ബോർഡാണ്. അതോടൊപ്പം തന്നെ നിരവധി ക്ഷേത്രങ്ങളാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളത്. സ്വാഭാവികമായും ഹിന്ദുധർമ്മ പഠനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആധ്യാത്മിക വിജ്ഞാനം പകർന്നു നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോർഡ് കൂടിയാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അവിടെ വേദവും വേദാന്തവും പുരാണങ്ങളും ഇതിഹാസങ്ങളും എന്തിന് താന്ത്രിക വിദ്യകളടക്കം ഈ ഹൈന്ദവ ജനതയെ പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനം കൂടിയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന കാര്യാലയത്തിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പഠനം നടക്കുന്ന കേന്ദ്രമാണ് പൂട്ടിക്കിടക്കുന്നത്. നിലവിൽ അത്തരത്തിൽ യാതൊരു ക്ലാസുകളും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പല ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ക്ഷേത്രങ്ങളുള്ള സമയത്ത് ഇത്തരത്തിൽ പല ദേവസ്വം ബോർഡിന് തന്നെ താന്ത്രിക വിദ്യ പഠിച്ചവർക്കെല്ലാം താന്ത്രിക വിദ്യ പഠിച്ചവരെല്ലാം ദേവസ്വം ബോർഡിൻ്റെ ശാന്തിമാരൊക്കെ നിയമനം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയൊക്കെ നിൽക്കുന്നുണ്ട്, PSC വഴിയൊക്കെ. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ അതിന് ഒരു ആധികാരികമായ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ആധികാരികമായി ഈ വേദങ്ങളും വേദാന്തങ്ങളും അതോടൊപ്പം തന്നെ താന്ത്രിക വിദ്യകളൊക്കെ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റോട് കൂടി നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനം കൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. ആ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തുള്ള ഒരു പാഠശാല പോലും നേരെ ചൊവ്വേ നടത്തുവാൻ ഈ അധികൃതർക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയുന്നത്. വലിയ രീതിയിൽ ഇത് പ്രതിഷേധം അർഹിക്കുന്ന കാര്യം കൂടിയാണ്. 2 കൊല്ലം മുമ്പും നമ്മൾ തന്നെ ജനം TV തന്നെ ഇത്തരത്തിലൊരു ദുരവസ്ഥ നേരത്തെ അധികൃതരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ അതുകൊണ്ടും യാതൊരു ഫലമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചത് ഇടത് ഭരണമാണ്. ഇടത് ഭരണത്തിൽ എന്തായാലും ഇതൊന്നും നടക്കില്ല എന്ന് നമുക്കറിയാം. കാരണം ഇത്തരത്തിൽ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ നിരന്തരം ഹനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. ഗണപതി മിത്താണെന്ന് പറയുന്ന ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ സർക്കാർ. എന്തായാലും അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള യാതൊരു നടപടികളും ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. എന്തായാലും പുതിയ ഭരണം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ ഭരണസമിതി തന്നെ ഇനി ഉടൻ വരും. അപ്പോഴെങ്കിലും ഈ ഒരു ഗതികേടിനൊരു മാറ്റം ഉണ്ടാകണമെന്നാണ് ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകളടക്കം പറയുന്നത്. നേരത്തെ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് ഒരു ഹിന്ദുധർമ്മ പാഠശാലയോടുള്ള അവഗണന തുടരുന്ന ഒരു സാഹചര്യം. അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കുന്ന ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നു അന്ന് കണ്ടത്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടക്കം പറയാനുള്ളത് ഇതിനൊരു അടിയന്തര നടപടി വേണം. ഇത്തരത്തിൽ രാജരാജേശ്വരി ക്ഷേത്രം അടക്കം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ വ്യക്തമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരത്തെ നന്ദൻകോട്ടുള്ള ആസ്ഥാനത്ത് തന്നെ ക്ഷേത്രത്തോട് ചേർന്നുള്ള മതപാഠശാലയോടും അവഗണനയാണ്. പാഠശാലയ്ക്കകത്തുൾപ്പെടെ ഈ വേസ്റ്റ് വസ്തുക്കളും മറ്റും കൂട്ടിയിട്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളോടുള്ള ഇവരുടെ പരിഗണന എന്തായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്.